വിളിച്ചു പറയുന്നത് വിഴുങ്ങുന്ന രാഷ്ട്രീയമാണ് അപകടം. പറയുന്നത് അപക്വമാകുമ്പോൾ അതിനെ വാക്കുകളാൽ ന്യായീകരിക്കുവാൻ നടത്തുന്ന പരിഹാസ്യമായ ശ്രമങ്ങളും വെല്ലുവിളികൾ തന്നെയാണ്. രാജ്യത്തെ PFI നടത്തുന്ന ഇസ്ലാമിക ഭീകരതയുടെ നീക്കങ്ങൾ അല്പം പോലും കാണാത്ത, അത്തരം ഭീകരതയെ വാക്കുകൊണ്ടുപോലും നോവിക്കാത്ത രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടായിരിക്കാം പാർലമെന്റിൽ ഹിന്ദു എന്ന് സ്വയം വിശ്വസിക്കുന്നവർ സ്ഥിരമായി ആക്രമണങ്ങൾ നടത്തുന്നവരും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരുമാണെന്ന ധിക്കാരപരവും ഹിന്ദു വിരുദ്ധവുമായ പ്രസ്താവന നടത്തിയത്? അങ്ങനെ അപമാനിക്കുവാനുള്ള ധൈര്യം എവിടെ നിന്നാണ് രാഹുലിന് കിട്ടിയത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഒന്ന്, പ്രതികരിക്കുവാനുള്ള ഹിന്ദുവിന്റെ കഴിവുകേടിനെ കുറിച്ച് രാഹുലിന് നന്നായി അറിയാം. രണ്ട്, രാഷ്ട്രീയ അധികാരം എല്ലാത്തിനും ഉപരിയായി കൊണ്ടു നടക്കുന്ന നേതാക്കളും അണികളുമുള്ള കോൺഗ്രസിലെ ഹിന്ദു വിഭാഗം എന്തുതന്നെ രാഹുൽ ഹിന്ദുവിനെതിരെ പറഞ്ഞാലും ന്യായീകരിക്കാൻ ഉണ്ടാകുമെന്നും, മറിച്ച് ന്യൂനപക്ഷങ്ങളെ പറഞ്ഞാൽ ആ വിഭാഗത്തിലുള്ള നേതാക്കന്മാരോ MP-മാരോ കൂടെ നിൽക്കില്ല എന്നും വ്യക്തമായി അറിയാം. മൂന്ന്, തന്റെ ആക്രമണ ലക്ഷ്യമായ ഹിന്ദു സമൂഹത്തിനെ കുറിച്ച് അപരാധിക്കുമ്പോഴും അത് തുടർന്ന് വിവാദങ്ങളിൽ പതിക്കുമ്പോഴും താൻ അതല്ല ഉദ്ദേശിച്ചത്, RSSനെയാണെന്ന് മറിച്ചു പറഞ്ഞാൽ ആ ന്യായീകരണം കൊട്ടിപ്പാടാൻ മാധ്യമങ്ങൾ നിരനിരയായി നിൽക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവിന് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പാർലമെന്റ് സമ്മേളന കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രയോഗങ്ങൾ അനസ്യൂതം തുടരുമെന്ന് ഉറപ്പാണ്. മറുപടി പ്രസംഗത്തിൽ നരേന്ദ്രമോദി കോൺഗ്രസിന്റെ ബാലകസിംഹത്തിനെ എടുത്തൊടുത്തു എങ്കിലും മലയാള മാധ്യമങ്ങൾ ഒന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. ഘടകകക്ഷികളുടെ വോട്ട് തിന്നുന്ന പരാജ്ഞഭോജിയാണ് കോൺഗ്രസ് എന്നും ഇരവാദത്തിൽ കരയുന്ന ബാലകനാണ് രാഹുൽ എന്നും ഉദാഹരണ സഹിതം മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. മണിപ്പൂർ എന്ന് വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ 2 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പ്രസംഗത്തിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസ് MP-മാർ മുൻപൊരിക്കലും വിളിക്കാത്ത ഒരു പേരാണ് കാശ്മീർ എന്നത്. 1985കളിൽ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ മറവിൽ ഹിന്ദു വംശഹത്യയും കൂട്ടപലായനവും നടന്നത് ജമ്മു കാശ്മീരിലായിരുന്നുവെന്നും അത് 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്തായിരുന്നുവെന്നും അന്ന് ഭാരതം ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നുവെന്നും മറന്നിട്ടാകില്ല ഒരിക്കൽ പോലും കാശ്മീർ എന്ന് പാർലമെന്റിന് പുറത്തോ പരിതപിക്കാത്തവർ ഇപ്പോൾ മാത്രം മണിപ്പൂർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കൂട്ടർ ന്യൂനപക്ഷ വോട്ട് രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ കാവൽക്കാർ തന്നെയാണ്. മണിപ്പൂരിൽ 1958 മുതൽ തുടങ്ങിയ വംശീയ കലഹത്തിനെ ആളിക്കത്തിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കാശ്മീരിലെ ഹിന്ദുവിന്റെ വംശഹത്യകൾ നിർവികാരരായി നോക്കി നിൽക്കുകയായിരുന്നു. ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇരട്ടത്താപ്പിന്റെ ദുർമുഖമായി കോൺഗ്രസ് മാറി മറിയുകയാണ്.